ഹുസൈനെ അനക്ക് ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് ഇത് എന്ത് ചോദിച്ചോ അത് ഞാൻ നടത്തി തരും. ഇനി എൻ്റെ പെരയുടെ ആധാരം വെച്ചിട്ടാണെങ്കിലും ഈ പറഞ്ഞ കോട്ടിങ് മതം വിട്ടവനെ കൊല്ലണമെന്നും മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു കോട്ടിങ് 1-ാം ക്ലാസ്സിലെ പാഠഭാഗം മുതൽ +2 വരെയാണ് മദ്രസ ഉണ്ടാവുക. ഇതിലേതെങ്കിലും ക്ലാസ്സുകളിലെ ഏതെങ്കിലും അധ്യായങ്ങളിൽ ഏതെങ്കിലും പാഠപുസ്തകങ്ങളിൽ ഉണ്ട് എന്നുള്ളത് നീ പ്രൂവ് ചെയ്താൽ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ്. ലോകത്ത് എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംസാരിക്കാണ്ട് എന്തിനാണ് ഇജ്ജ് വെറുതെ ഈ കുത്തിത്തിരിപ്പിനായിട്ട് ഈ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ സമയം കളിയാണ്? അപ്പോൾ മദ്രസ പോകാത്ത മദ്രസ പൊട്ട 1-ാം ക്ലാസ്സിലില്ല, 12-ാം ക്ലാസ്സിൽ മദ്രസ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ തെളിവുകൾ ദേ കിടക്കുന്നു, നീ കണ്ടു നോക്ക്. ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവന്റെ വിധി? അവനുള്ള ശിക്ഷ എന്താണ്? ഇസ്ലാം പറയുന്നു, അവനോട് തൗബ ചെയ്യാൻ പറയുക. എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല, അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. അപ്പോ എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞ് ഒരു അക്രമമാണത്? അല്ല. ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം, ഞാൻ എൻ്റെ മതം, ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എൻ്റെ വിശ്വാസം ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകമാണ്, നരകത്തിൽ ഖാലിദാണ്. അതുപോലെ ദുനിയാവിൽ എനിക്കുള്ള ശിക്ഷ, ഞാൻ ദുനിയാവിൽ ജീവിക്കേണ്ടവനല്ല എന്ന നിലയിൽ ഭരണാധികാരിക്ക് എന്നെ കൊല ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ എങ്ങനെയാടാ മദ്രസ പൊട്ട നീ ആരിഫിനെ സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിന്റെ വെല്ലുവിളിയിൽ നീ പറഞ്ഞത് ലൈഫ് ടൈം സെറ്റിൽമെന്റാ നീ ആരിഫിന് കൊടുത്ത വെല്ലുവിളി. അപ്പൊ എങ്ങനെ ആരിഫിന് കൊടുക്കാൻ പ്ലാൻ? വീട് വിറ്റോ എങ്ങനെ കൊടുക്കും? ഇനിയിപ്പം നീ പറഞ്ഞു വരേണ്ട കാര്യമൊന്നുമില്ല, ഇത് അങ്ങനെയൊന്നുമില്ല, ഇസ്ലാമിൽ അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്നൊക്കെ. ഇത് വ്യക്തമായിട്ട് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നുണ്ട്, 12-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിൽ മദ്രസകളിൽ. പിന്നെ നീ മദ്രസയിൽ പോയി അവിടെ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങിയത് നമ്മുടെ ഭാഗത്തെ കുറ്റമല്ല, എൻ്റെയും ആരിഫിൻ്റെയും ഞങ്ങളുടെ ആരുടെയും തെറ്റല്ല, നീ കിടന്നുറങ്ങി പഠിക്കാഞ്ഞത്. ഇനി ഈ നിയമം ഇന്ത്യയിലൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു വരുന്ന നിന്നോട് എനിക്ക് പറയാനുള്ളത്, ഈ നിയമം ഇന്ത്യയിലില്ല, പക്ഷെ പല ഗൾഫ് GCC ഇസ്ലാമിക രാജ്യങ്ങളിലും ഉണ്ട്. അവിടെ ഈ നിയമം കർശനമായിട്ട് നടക്കുന്നതുകൊണ്ട് മതം വിടുന്നതിനെ കൊല്ലുകയും ചെയ്യും. അതാണ് അവിടുത്തെ നിയമം. പിന്നെ ഇപ്പം ഇന്ത്യയിലില്ല, പക്ഷെ ഭാവി വരും. അതിനാണല്ലോ ഞമ്മൻ്റെ മതക്കാരിങ്ങനെ കൂട്ടുന്നത്. ഇന്ത്യയിലെ 1-ാമത് മതം എത്തണം, അവരുടെ മതം എത്തണം, എന്നിട്ട് രാജ്യം പിടിച്ചെടുക്കണം, അവിടെ ഇസ്ലാമിക ശരിയ നിയമം കൊണ്ടുവരുത്തണം. ഇതാണല്ലോ നിയമം. മോൻ ഇനിയേലും പോയി ഇതൊക്കെ ഒന്ന് പഠിക്കണം കേട്ടോ, ഉറങ്ങാതെ. അപ്പോൾ ആരിഫിൻ്റെ കാര്യം മറക്കല്ലേ, ആരിഫിൻ്റെ സെറ്റിൽമെൻറ്റ് കേട്ടോ.